ഹായ് ഡിയർ അനിയറോൾ, നിങ്ങൾക്കെല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അരവണ പായസമാണ്. ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്, നെയ്പായസം എന്നും പറയും ഇത്. അപ്പോൾ അന്നാസ് കഫേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണം. അപ്പോൾ ഞാനിവിടെ ഈ നെയ്പായസം ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോയിൽ കൂടുതൽ ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിത് അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 ഗ്ലാസ് അളവിന് വെള്ളം കൂടെ വച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പാവ് കാച്ചി എടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത കളറിലുള്ള ശർക്കര കിട്ടുവാണെങ്കിൽ അതിന് കളറ് നല്ലതുപോലെ വരത്തുള്ളൂ. ഇപ്പം കളർ കുറവാണെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ ഇത് അത്രയും നല്ല കറുപ്പ് കളറല്ല, ഒരു ചെറിയൊരു കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ശർക്കര ഇവിടെ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ശർക്കര ഇവിടെ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് അരിയും കുറച്ച് നെയ്യുമാണ് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പം അരി വെച്ച് വേവിക്കുവാണെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാനിത് കഞ്ഞിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വേവായ സമയത്ത് എടുത്ത് വെച്ചത്, ഒട്ടും വെന്തിട്ടില്ല കണ്ടോ. അപ്പം ഇത് നമ്മൾ കഞ്ഞി വയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്താലും മതി. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അരിയാണ് ഉപയോഗിക്കുന്നവർക്ക് അരി ഉപയോഗിച്ചായിരുന്നാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇപ്പം അരിയാണ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ അരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്താലും മതിയാകും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇച്ചിരി വെന്തതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുവാണ്. ഇതിപ്പം അരി വെന്തതായതിൻ്റെ പേരിൽ നമുക്ക് ഇതിനകത്തോട്ട് നേരെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അരി വെന്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അരിയും ഇട്ടതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണമായിരുന്നു. മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇത് വെന്തതിൻ്റെ പേരിൽ ഇതിനകത്തോട്ട് നേരിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിനെ നമുക്ക് ഈ വെള്ളം മുഴുവനും ഇങ്ങനെ വറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോയുടെ ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ, ക്ഷമിച്ചേക്കണേ ഒന്ന്. ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അരവണ്ണ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. നമുക്ക് ഒരു മായമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ നെയ്യ് എത്രത്തോളം ചേർക്കും അതനുസരിച്ച് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചോറിൻ്റെയൊക്കെ കളറുണ്ട്, ഇപ്പോൾ നല്ലതുപോലെ മാറി തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയുടെയൊക്കെ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 5 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 5 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഏകദേശം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ വേണ്ടി വരും. ഇത് വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ തന്നെ കുറുകി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. എനിക്ക് കിട്ടിയ ശർക്കര എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത കളറിലെ ശർക്കര അല്ല കിട്ടിയത്. എന്നിട്ട് പോലും ഇത് കുറുകി വന്നപ്പോഴത്തേക്ക് നല്ല അരവണയുടെ ആ കളറായിട്ട് മാറുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിനെ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത്രയും കുറച്ചുകൂടെ കളർ കൂടെ വരുന്നവരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ അരവണ ഇവിടെ ഏകദേശം ആയിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരവണ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കട്ടിയാകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരവണ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.